നല്ല ബ്ലോക്കാണ്. ബാക്കിൽ നിന്ന് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അശോക് ലൈലാൻഡിൻ്റെ കുറവാണ് ഇപ്പം. മുഴുവൻ മറ്റേ ബെൻസായി ടൈപ്പ് ലോഡ് കാര്യങ്ങൾ, ഈ കല്ലും മണ്ണും ഒക്കെ അടിക്കുന്ന വണ്ടികൾ മുഴുവൻ. ഒരു കാലത്ത് ടാറ്റയായിരുന്നു. ടാറ്റയുടെ പക്ഷേ വണ്ടി ഇപ്പോൾ ഉള്ള വണ്ടികൾ ഇപ്പോഴുള്ള വണ്ടിനേക്കാളും ചെറിയ വണ്ടിയായിരുന്നു പണ്ടത്തെ കാലത്ത്. മണ്ണും കല്ലും അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ വണ്ടിയാണ്. മറ്റേ ഗൾഫിലൊക്കെ ഉള്ള മോഡലിലുള്ള ആ സൈസിലുള്ള വണ്ടികളാണ് ഇപ്പോൾ കല്ലും മണ്ണും അടിക്കാൻ ഉപയോഗിക്കുന്നത്. ബെൻസിൻ്റെ മെഴ്സിഡസ് ബെൻസ്, ഡയമലർ ബെൻസ് എന്ന് പറയും. അതിൻ്റെ മെഴ്സിഡസ് ബെൻസ് തന്നെ അവരുടെ തന്നെ ഒരു ട്രക്ക് ഡിവിഷനാണ്. അവരുടെ ഭാരത് ബെൻസ് എന്നാണ് ഇന്ത്യയിൽ അവർ പേരിട്ടേക്കുന്നത്. അവർ അതിനെ ഫുള്ളി ഓൺഡ് ബൈ മെഴ്സിഡസ് ബെൻസ്. ഇന്ത്യയിൽ അവർ ഭാരത് ബെൻസ് എന്നാണ് അത് പേരിട്ടേക്കുന്നതെന്നാണ്. ഹിൽവ്യൂ പബ്ലിക് സ്കൂൾ അത് പുതുതായിട്ട് കൊലഞ്ചേരി അടുത്ത് തുടങ്ങിയേക്കണതാണ്. അത് മറ്റേ ഇവരായിട്ട് മറ്റേ മേക്കടമ്പ ഏരിയയിലുള്ള മേക്കടമ്പ് ഇപ്പറയായിട്ടുള്ള സ്കൂളുമായിട്ട് മാനേജ്മെൻറ്റിൽ പെട്ടവരായിരുന്നു ഇവർ. അവർ മറ്റവരും തമ്മിൽ എന്തോ ക്ലാഷ് ഉണ്ടായിട്ട് അവരിപ്പോൾ സ്വന്തമായിട്ട് ഇവിടെ കൊലഞ്ചേരി അടുത്ത് സ്കൂള് സ്ഥലം മേടിച്ചു. 5-6 ഏക്കർ സ്ഥലവും മേടിച്ചു. അവർ 6ആണോ 10ആണോ എന്നറിയില്ല ഏക്കർ സ്ഥലവും മേടിച്ച് അവർ അവിടെ ഇപ്പോൾ ബിൽഡിങ്ങൊക്കെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം ഒരു കൊല്ലം ടെമ്പററി ബിൽഡിങ്ങിനാണ് തുടങ്ങിയത് അവർ. ഇപ്പോൾ അവരുടെ ബിൽഡിങ്ങിലേക്ക് മാറ്റി അതിൽ ഫർദർ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ചിലപ്പോൾ ഒരു നല്ല സ്കൂളായിട്ട് വരാം ഹിൽവ്യൂ. CBSE സ്കൂൾ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കോലഞ്ചേരിയിൽ. ഇപ്പോൾ ഒരു സെക്കൻഡ് സ്കൂള് കോലഞ്ചേരിയിൽ വന്നു. നേരത്തെ മറ്റേ സെൻറ്റ് പീറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു, മറ്റേ CV ജേക്കബിൻ്റെ. അതിപ്പോൾ ആളുകൾക്ക് അഫോർഡബിൾ അല്ലാത്ത രീതിയിലായിട്ട് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുതിയൊരു സ്കൂൾ വരുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ സേക്രഡ് ഹാർട്ട് സ്കൂളില്ലേ തേവരെയുള്ള, അതൊക്കെ കുറച്ചും കൂടെ ഫീസ് കുറവായിരിക്കും കാത്തലിക്സിൻ്റെ ആയതുകൊണ്ട്. ആളുകൾക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഫീസായിരിക്കും അവിടെയൊക്കെ. ഇപ്പോൾ മറ്റേ ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂൾ അല്ലെങ്കിൽ ഗ്രിഗോറിയൻ അല്ല ഗ്ലോബൽ ഒക്കെ അവിടെയൊക്കെ റേറ്റ് ഭയങ്കര ഫീസ് ഭയങ്കര കൂടുതലാണ്. അവിടെ നോർമലായിട്ടുള്ള ഒരു അപ്പർ ക്ലാസ്സിന് മാത്രമേ അവിടെ കുട്ടികൾ വിടാൻ പറ്റുള്ളൂ. ഈവൻ അപ്പർ മിഡിൽ ക്ലാസ്സിന് പോലും ബുദ്ധിമുട്ടുണ്ട് ഗ്ലോബൽ ചോയ്സൊക്കെ.
ജോബ് ചോയ്സൊക്കെ ഒരു അപ്പർ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ CBSE ഇതെല്ലാം CBSE ആണ്. ICSEയുടെയും ചിലതുണ്ടെന്നാണ്. ചില സ്ഥലങ്ങളിൽ CBSEയും ICIC ഉണ്ടെന്നാണ്.